إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ അഖില ലോകപരിപാലകനും ലോകരക്ഷിതാവുമായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ 28-ാം അധ്യായം സൂറ ഖസസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ധാരാളം ചരിത്രങ്ങൾ ആ സൂറത്തിന്റെ ഇതിവൃത്തമായി നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. അതിന്റെ 5-6 ആയത്തുകളാണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓതിവെച്ചത്. പ്രസ്തുത ആയത്തിലൂടെ അള്ളാഹു ലോകത്ത് നടത്താനുള്ള ഒരു പൊതുവായ നടപടിക്രമത്തെയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തി തരുന്നത് എന്നതാണ്. അല്ലാഹു പറഞ്ഞത് വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുളിഫു ഫിൽ അർദ് വനജഅലുഹും അഇമ്മതൻ വനജഅലുഹുൽ വാരിഥീൻ. നാം ആകട്ടെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാനും അതുപോലെ തന്നെ അവരെ നേതാക്കളാക്കുവാനും അവരെ നാടിന്റെ അനന്തരാവകാശികളാക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. മാത്രമല്ല വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. ആ മർദ്ദിതരായ ആളുകൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകുവാനും
അതോടൊപ്പം തന്നെ ഫിർഔനിന്റെയും ഹാമാന്റെയും അവരുടെ സൈന്യങ്ങൾക്കും ഈ മർദ്ദിതരായ ആളുകളിൽ നിന്ന് എന്താണോ അവർ ആശങ്കിച്ചിരുന്നതെങ്കിൽ അത് കാണിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് എന്ന് കഴിഞ്ഞുപോയ ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ലഭ്യമാകുന്ന ഗുണപാഠങ്ങളെ സംബന്ധിച്ചാണ് പ്രസ്തുത ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നതാണ്. സൂചിപ്പിച്ചത് നമ്മളൊക്കെ തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ആ മുഹറം മാസം നൽകുന്ന സന്ദേശം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. പുതിയ ഒരു മാസത്തിലേക്ക് കാലെടുത്തു വെച്ചു. 1446 പ്രവേശിച്ച, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ആരവങ്ങളില്ലാതെ ആഘോഷങ്ങളില്ലാതെ ആലോചനകളുമായി വിശ്വാസികൾ പ്രവേശിച്ച ഒരു സമയത്തില് യഥാർത്ഥത്തിൽ മുഹറം വലിയ സന്ദേശം നൽകുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ആത്യന്തികമായ വിജയവും അതേപോലെ തന്നെ വിമോചനവും അത് ലഭ്യമാകുന്നത് വിശ്വാസികൾക്കാണ് എന്ന സന്ദേശമാണ്. അതേപോലെ തന്നെ ആശയാധിഷ്ഠിതമായി ഈ കാലത്തെ അനന്തരമെടുക്കുവാനുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ അനന്തരമെടുക്കാൻ കഴിയുന്നത് അത് വിശ്വാസികൾക്കാണ് എന്നതാണ് മുഹറം മാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവും അതിനു മുമ്പ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര വലിയവനാണെങ്കിലും അവരൊക്കെ തന്നെ ഒരു സമയത്തിന് ശേഷം പതിതമായ അവസ്ഥകളിലേക്ക് അവർ മടക്കപ്പെടും എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ മുഹറം മാസം നമുക്ക് നൽകുന്നത് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയി മദീനയിലെത്തുന്ന ആദ്യത്തെ ഒരു സാഹചര്യം ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന ഫറഅ അൽ യഹൂദ് തസൂമു യൗമ ആശൂറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മദീനയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ യഹൂദരായ ആളുകളെല്ലാം നോമ്പനുഷ്ഠിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. ഫഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നുണ്ട്, മാ ഹാദ, എന്താണ് ഇന്ന് നിങ്ങൾ ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുവാനുള്ള കാരണം എന്നന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് യഹൂദരായ ആളുകൾ പറയുന്നു പ്രവാചകനോട്, ഹാദാ യൗമുൻ സാലിഹുൻ നജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്നത്തെ ദിവസം ഹാദാ യൗമുൻ നജല്ലാ, അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ആരെയാണ് രക്ഷപ്പെടുത്തിയത്? ബനു ഇസ്രായേൽ സമൂഹത്തെ മിൻ അദുവ്വിഹിം, അവരുടെ ശത്രുക്കളിൽ നിന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അന അഹഖു ബി മൂസാ മിൻകും, മൂസാ പ്രവാചകനോട് നിങ്ങളെക്കാൾ അടുത്തവൻ ഞാനാണ്. ഫസാമഹു വ അമറ ബിസിയാമിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കുകയും നോമ്പ് കൊണ്ട് വിശ്വാസികളോട് കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് അപ്പോൾ മുഹറം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മുഹറം 10 വരെയുള്ള ദിവസങ്ങളെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ കാണുന്നത് എങ്ങനെയാണ്? നെഹ്സിന്റെ മാസമായിട്ട് കാണുന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അല്ലാഹു പറഞ്ഞത്, ആകാശഭൂമികളെ അല്ലെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച സമയം മുതൽ തന്നെ
ഇവിടെ മാസങ്ങളുടെ എണ്ണം അത് 12 എന്ന് പറഞ്ഞു. എന്നിട്ടോ അള്ളാഹു പറഞ്ഞത് അതിൽ 4 പരിശുദ്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാകുന്നു എന്ന് പറഞ്ഞു. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണീട്ടുള്ള ഒരു മാസം കൂടിയാണ് മുഹറം എന്ന് പറയുന്നത്. പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു മാസം. എന്നാൽ പരിശുദ്ധമാണ് എന്ന് അള്ളാഹു പറഞ്ഞ മാസത്തിൽ, പ്രവാചകൻ പറഞ്ഞ മാസത്തിൽ അതിന്റെ ആദ്യ ദിനങ്ങൾ നന്മകളൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ തീരുമാനിക്കാൻ പാടില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പാടില്ല. അത് നെഹസിന്റെ, ശകുനത്തിന്റെ മാസമായി, ദിവസമായി നമ്മുടെ ആധുനിക മുസ്ലിം സമൂഹത്തിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കർബലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഷിയഈ വിശ്വാസത്തിൽ നിന്ന്, ഷിയ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹ് പരിശുദ്ധമാണെന്ന് പറഞ്ഞു, നമ്മള് അല്ല, അത് അശുഭമാണ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ സമയമാണ് മുഹറം എന്ന് പറയുന്നത്. അതിന്റെ കാരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബനൂ ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു ഫിർഔനിൽ നിന്നും അവന്റെ കൂട്ടാളികളിൽ നിന്നും രക്ഷപ്പെടുത്തിയ സമയം, ആ സമയത്തെ ആഘോഷിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാം അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിച്ചു എന്ന് പറയുമ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, ഞാൻ മൂസാ പ്രവാചകനോട് നിങ്ങളെക്കാൾ അടുത്തവനാണ് എന്ന് പറയുകയും പ്രവാചകൻ നോമ്പനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ, വിശ്വാസികളുടെ ശത്രുക്കളെ അള്ളാഹു ഉന്മൂലനാശം വരുത്തിയ ഒരു സമയമാണ് മുഹറം എന്നാണ് പറയുന്നത്. ഇന്നും ലോകത്ത് ഇതുപോലെയുള്ള ഫറോവിസം ശക്തമായി നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലോകത്ത് വലിയ രാജ്യങ്ങളിൽ പല ആളുകളും അല്ലെങ്കിൽ ഭരണകർത്താക്കളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്ന കാര്യത്തിൽ എല്ലാവരും ഐക്യത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ആരൊക്കെ തന്നെ വിശ്വാസികളെ നശിപ്പിക്കുവാൻ ശ്രമമുണ്ടായാലും നമ്മുടെ വിശ്വാസവും ഈമാനും ഇഖ്ലാസും അത് വളരെ കൃത്യമായി അള്ളാഹുവും പ്രവാചകനും പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ അവിടെ നമുക്കാണ് വിജയിക്കാൻ കഴിയുക എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ മുഹറം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. തങ്ങളുടെ വായകളെ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ, അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന ഈ ദീനിനെ, അതിനെ കെടുത്തിക്കളയുവാനാണ് അവരുദ്ദേശിക്കുന്നത്. എന്നാൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ അവൻ പൂർത്തീകരിക്കുന്നതാണ്. വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികളായ ആളുകൾക്ക് അവർ വെറുത്താലും ശരി എന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മള് ഈ ലോകത്ത് അനന്തരമെടുത്തുകൊണ്ട് നിലനിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം എന്താ? അള്ളാഹു പറഞ്ഞത്, ആ ദീൻ, നമുക്ക് ലഭ്യമായ ദീനിനെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ആ ദീനിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് അള്ളാഹും പ്രവാചകനും കൽപ്പിച്ചതുപോലെ ഇസ്ലാമികമായ ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുക എന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അനന്തരം നൽകാൻ അത് കാരണമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ്. നിങ്ങൾ ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് വന്ന ഒരു ശിക്ഷയെ സൂറ ഇസ്രായിലെ 7-8 ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹു പറഞ്ഞത്, ഇന്ന അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസിക്കും. ബനൂ ഇസ്രായേൽ സമൂഹത്തോട് പറയാം, ഇന്ന അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസിക്കും. നിങ്ങൾ നന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി തന്നെയാണ്. മാത്രമല്ല വൈൻ അസഅ്തും ഫലഹ, നിങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ ദോഷവും നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക്
വന്ന ഒരു കാര്യത്തെ ഫൈദാ ജാഅ വഅദുൽ ആഖിറതി യസൂഉ വുജൂഹകും വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മറ വലിയുതബ്ബിറു മാ അലൂ തത്ബീറ. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്നാൽ ആ രണ്ട് സന്ദർഭങ്ങളിൽ അവസാനത്തേതിന് നിശ്ചയിച്ച ശിക്ഷയുടെ സമയം വന്നെത്തിയാൽ നിങ്ങളുടെ മുഖങ്ങളെ അപമാനത്തിലാഴ്ത്തുവാനും ആദ്യത്തെ തവണ ആരാധനാലയങ്ങളിൽ അവർ പ്രവേശിച്ചതുപോലെ വീണ്ടും പ്രവേശിപ്പിക്കുവാനും അതേപോലെ തന്നെ കീഴടക്കിയതെല്ലാം തകർത്ത് കളയുവാനും നാം ശത്രുക്കളെ നിയോഗിക്കുന്നതാണ്. ബനീ ഇസ്രായേൽ സമൂഹത്തിന് മുമ്പ് വന്ന ഒരു അവസ്ഥയെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ മാറിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ആ രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കടന്നു വരുന്ന ഒരു ശിക്ഷയെ സംബന്ധിച്ചാണ് സൂറ ഇസ്രായിലിന്റെ ഈ 5-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, 7-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞു 8-ാമത്തെ ആയത്തിലൂടെ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്. നിങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം അല്ലാഹുവും ആവർത്തിക്കുന്നതാണ്. നരകത്തെ നാം സത്യനിഷേധികൾക്ക് ഒരു തടവറയാക്കിയിരിക്കുന്നു എന്നാണ്. ഇത് വായിക്കുമ്പോ വിശ്വാസികൾ എന്നുള്ള നിലക്ക് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു ചരിത്രമുണ്ട്. അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ് മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻകൂട്ടി വേദഗ്രന്ഥം മുഖേന അള്ളാഹു താക്കീത് നൽകിയിട്ടും അതിനെ വിലവെക്കാതെ ഇസ്രായേലിയർ കൈക്കൊണ്ട ചില അഴിമതികളെയും അതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കേണ്ടി വന്നതിനെയും സംബന്ധിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിക്കുന്നത് എന്നതാണ്. മതകൽപ്പനകളെ ലംഘിക്കലും അതേപോലെ തന്നെ അക്രമം പ്രവർത്തിക്കലും ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു നിത്യ സംഭവമായിരുന്നു. അവയിൽ ഏറ്റവും അതിര് കവിഞ്ഞ 2 അവസരങ്ങളെയാണ്, 2 കുഴപ്പങ്ങളെയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ താക്കീത് ചെയ്തിരിക്കുന്നത് എന്നതാണ്. അതിൽ 1-ാമത്തെ കുഴപ്പത്തിന്റെ സന്ദർഭമാണ് പറയുന്നത്. ആ സന്ദർഭത്തിലാണ് അവരിലേക്ക് അയക്കപ്പെട്ട ശഅയ്യാ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്നും അതേപോലെ തന്നെ അവർക്ക് നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്ന അർമിയാ ബന്ധനസ്ഥനാക്കപ്പെട്ടത് എന്നും ആ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നതാണ്. ഈ അടിയാന്മാർ ആരായിരുന്നു, അല്ലെങ്കിൽ അവരെ ഒന്നാമതായി നശിപ്പിച്ച അടിയാന്മാർ ആരായിരുന്നു? വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞത്, ഒന്ന് ജാലൂത്ത് രാജാവും സൈന്യവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സൻഹാരിബ് രാജാവും കൂട്ടരുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് ആയിരുന്നു, രാജാവും സൈന്യവുമായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്. എന്നാൽ ഇതിലെ 3-ാമത്തെ അഭിപ്രായമാണ് മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ്. അദ്ദേഹം ആരാണ്? ബാബിലോണിയയിലെ ഒരു രാജാവായിരുന്നു. അയാൾ ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയും അതുപോലെ തന്നെ ഇസ്രായേലിയരുടെ മത സാംസ്കാരിക ചിഹ്നങ്ങളും സ്വത്തുക്കളുമെല്ലാം തകർക്കുകയും അവരെ കൂട്ടത്തോടെ ബന്ധനസ്ഥരാക്കി ബാബിലോണിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് മാത്രമല്ല, ബാബിലോണിയക്കാരുടെ ആക്രമണത്തില് തൗറാത്തിന്റെ പകർപ്പുകളെല്ലാം സാക്ഷാൽ തൗറാത്ത് പോലും അഗ്നിക്കിരയാക്കപ്പെടുകയുണ്ടായി എന്നും കുറെ കാലത്തിന് ശേഷമാണ് ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് അത് പുനർലേഖനം ചെയ്തത് എന്നും അത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ, അവരിലേക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തെ അംഗീകരിക്കാതെ അവർ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോ ആ സമൂഹത്തെ മുച്ചൂടും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു, ബനൂ ഇസ്രായേൽ സമൂഹത്തെ എന്നതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞതെന്താ? ഇനിയും നിങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിൽ അവർക്ക് വിജയം നൽകി. ആ വിജയം നൽകിയതിനു ശേഷം അവരോട് പറഞ്ഞത്, ഇനിയും നിങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിൽ നമ്മളും ആവർത്തിക്കും എന്നാണ്. ഇത് എന്തിനാണ് വിശുദ്ധ ഖുർആൻ അത് എടുത്തു ധരിക്കുന്നത്, സൂറ ഇസ്രായിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത് നമുക്ക് പാഠമാകണം എന്നതുകൊണ്ടാണ്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥം അതിനെ പിൻപറ്റുകയും ആ പ്രവാചകനെ അംഗീകരിക്കുകയും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ
നമ്മൾ ശിരസ വഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ ഔന്നിത്യമുണ്ടാകുന്നത്, ഇവിടെ നിലനിൽപ്പുണ്ടാകുന്നത്. ഇത് പഠിപ്പിക്കാനാ വിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ചരിത്രങ്ങളെ നമുക്ക് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി തരുന്നത് എന്നതാണ്. നമ്മൾ ഇവിടെ ജീവിക്കണം, ശരിയായി നിലനിൽക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞതില്ല, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പാലിക്കാൻ, വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറുണ്ടോ? അത്തിഅല്ലാഹ വറസൂലഹു, അള്ളാഹുവിന്റെയും പ്രവാചകനെയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർഭയമായി ജീവിക്കാൻ കഴിയും, നിങ്ങൾക്ക് ഈ ലോകത്തെ അനന്തരമെടുക്കാൻ കഴിയും. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ്. അപ്പൊ മുഹറം നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞത് ഇവിടെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ അനന്തരമെടുക്കാൻ കഴിയുക എന്നതാണ്. ഇല്ലെങ്കിലോ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ദുനിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും എന്ന ഒരു പാഠം കൂടി വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ്. അതുകൊണ്ട് ആ ആദർശം, കൃത്യമായ ഇസ്ലാമികമായ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഈ ഒരു മുഹറത്തിന്റെ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വിജയത്തിന്റെ സന്ദേശങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന്റെ സന്തോഷത്തിനാണ് നിങ്ങൾ മുഹറം 10 അശൂറ നോമ്പനുഷ്ഠിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9 നോമ്പനുഷ്ഠിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വിശുദ്ധ ഖുർആനാണ് നമുക്ക് എങ്ങനെ ജീവിക്കണം, ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം എന്ന് പഠിപ്പിക്കാൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു തന്നത്. ഞാൻ നിങ്ങളും ആലോചിക്കുക, ആ ഖുർആനുമായി എനിക്കും നിങ്ങൾക്കും എത്ര ബന്ധമുണ്ട് എന്നൊന്ന് ആലോചിക്കുക. ഇന്ന് വിശുദ്ധ ഖുർആനിന്റെ എത്ര ആയത്തുകൾ ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര ആയത്തുകൾ എന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അല്ല, നമ്മളൊക്കെ തന്നെ മുസ്ലിങ്ങൾ എന്നുള്ള ഒരു ലേബലിൽ അങ്ങനെ ജീവിക്കുന്നവരാണോ? നമ്മളാണ് ആലോചിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കേണ്ടത്, അതിനുള്ള അവസരം, അതിനുള്ള അവകാശം നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നതാണ്. സ്വർഗവും നരകവും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖബറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിലേതാണ് സ്വർഗമാണോ നേടേണ്ടത്, നരകമാണോ നേടേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ ഒരു അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ പഠിച്ച് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും നല്ല വിശ്വാസികളായി ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.